നമസ്കാരം, ഞാൻ ഡോക്ടർ ഐശ്വര്യ, എംഒ നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. തലവേദന കൊണ്ട് ബുദ്ധിമുട്ടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. കൂടുതലായിട്ടും പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണ് ഈ മൈഗ്രെയിൻ ഉണ്ടാവുന്നത്. സാധാരണയായിട്ട് തലയുടെ ഏതെങ്കിലും ഒരു വശത്തായിട്ടാണ് ഈ പെയിൻ ഉണ്ടാവാറുള്ളത്. ഒരു പൾസേറ്റിംഗ് ടൈപ്പ് പെയിൻ ആയിരിക്കും ഇതിനുണ്ടാവുക. തലവേദനയുടെ ആദ്യത്തെ സ്റ്റേജിൽ തുടർച്ചയായിട്ട് കോട്ടുവായ ഇടുക, തളർച്ച തോന്നുക എന്നിവയൊക്കെ കാണാറുണ്ട്. രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പോൾ തലയ്ക്കൊരു മരവിപ്പ് പോലെ അനുഭവപ്പെടുക, കാഴ്ച മങ്ങുക ഇങ്ങനെ ഉണ്ടാവും. ഇതിന് ശേഷമാണ് തലവേദന തുടങ്ങുന്നത്. ചിലർക്കൊന്ന് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉറങ്ങി നീറ്റ് കഴിഞ്ഞാലൊക്കെ നല്ല ആശ്വാസവും ലഭിക്കാറുണ്ട്. ഇതിന് കാരണം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് തലച്ചോറിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഒരു 70 മുതൽ 80% വരെ മൈഗ്രെയിന്റെ പ്രധാന കാരണം നമ്മുടെ ആമാശയത്തിൽ എച്ച് പൈലോറി എന്ന ബാക്ടീരിയന്റെ ഓവർ ഗ്രോത്ത് ആണ്. 400ഓളം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവുന്നത് നമ്മുടെ ആമാശയത്തിൽ നിന്നാണ്. ഈ എച്ച് പൈലോറിയുടെ ഓവർ ഗ്രോത്ത് കാരണം ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രൊഡക്ഷൻ വരെ തടസ്സപ്പെടാനുള്ള കാരണമാവുന്നു. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ കൊണ്ടാണ് മൈഗ്രെയിൻ ഉണ്ടാവുന്നത്. മദ്യപാനം, ഉറക്കക്കുറവ്, സ്ട്രെസ്, ഭക്ഷണം സമയത്തിന് കഴിക്കാതിരിക്കുക ഇവയെല്ലാം ഇതിൽ പെടുന്നു. മെഡിസിൻസിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മൈഗ്രെയിൻ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. സമയത്തിന് ഉറങ്ങുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിൽ വിറ്റാമിൻ ഡി, B12 അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഫാസ്റ്റ് ഫുഡ്, ആർട്ടിഫിഷ്യൽ ഫുഡ്, മദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സ്ക്രീനിന്റെ മുന്നിൽ ഇരുന്ന് ഒരുപാട് സമയം ജോലി ചെയ്യുന്നവർ സ്പെക്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർ കുറച്ചു നേരം ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വർക്ക് സ്പേസിൽ സ്ട്രെസ് അനുഭവിക്കുന്നവര് യോഗ പോലുള്ള മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി കൂടി കുറച്ച് സമയം ഒന്ന് മാറ്റിവെക്കുക. ഈ വിഷയത്തെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.